2025 ക്ലച്ച് പിടിക്കുമോ എന്നാണ് ഇനി കണ്ടറിയാനുള്ളത്. നിതീഷ് കുമാറിന്റെ ചാടിക്കളി കൊണ്ട് പ്രസിദ്ധമാണ് ബീഹാർ രാഷ്ട്രീയം. മുഖ്യമന്ത്രി സ്ഥാനം ഉറപ്പിക്കാൻ BJPക്ക് കൈകൊടുത്തിരിക്കുകയാണ് നിതീഷ് കുമാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ ഇന്ത്യ മുന്നണിയുടെ ആദ്യകാല രൂപം മഹാഗഡ്ബന്ധനൊപ്പം മത്സരിച്ചും പിന്നീട് NDAയിലേക്ക് ചാടിയും തിരിച്ചു ചാടിയും ഒക്കെയാണ് കസേരയിൽ പിടിച്ച് നിതീഷ് കുമാർ ഇരുന്നത്. സീറ്റ് കൂടുതൽ നേടിയ ഒറ്റകക്ഷിയായ ലാലു പ്രസാദ് യാദവിന്റെ RJD സഖ്യത്തിന് വേണ്ടി നിതീഷിന് മുഖ്യമന്ത്രി പദം വിട്ടു നൽകിയ ചരിത്രവുമുണ്ട്. 2020 BJPക്കൊപ്പം മത്സരിച്ച് സർക്കാർ ഉണ്ടാക്കിയ നിതീഷ് കുമാർ 2022 NDA വിട്ട് മഹാഗഡ്ബന്ധനിലേക്ക് തന്നെ ചേക്കേറി. പക്ഷെ കാലാവധി തീരും മുൻപേ കുർസിക്കുമാർ എന്ന് പേര് കേട്ട നിതീഷ് കുമാറും JDUവും BJPക്കൊപ്പം തന്നെ ചാടി നിയമസഭ കാലാവധി തീരും മുൻപേ മഹാഗഡ്ബന്ധന്റെ കെട്ടുപൊട്ടിച്ച് NDAയ്ക്ക് വേണ്ടി സർക്കാർ ഉണ്ടാക്കി. 2024 ഈ ചാട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സീറ്റ് വിഷയത്തിൽ ബീഹാറിലെ മുൻനിര പാർട്ടിയെ BJPക്ക് മുന്നിൽ ചെറുതാക്കിയെങ്കിലും ഇനി NDAയ്ക്കൊപ്പം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് നിതീഷ് ചെയ്തത്. പക്ഷേ പറയുന്നത് നിതീഷ് ആയതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഒരു മറുകണ്ഠം ചാടൽ ഏവരും പ്രതീക്ഷിക്കുന്നുമുണ്ട്. ബീഹാറിൽ ഇപ്പോൾ നിയമസഭയിൽ JDUവിനേക്കാൾ സീറ്റുണ്ട് BJPക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 കൂട്ടർക്കും 12 MPമാർ വീതമാണ് ഉള്ളത്. ഒറ്റയ്ക്കൊരു ഭരണമാണ് ബീഹാറിൽ BJP ലക്ഷ്യം വെക്കുന്നത്. കാലങ്ങൾ ഒഡീഷ ഭരിച്ച നവീൻ പട്നായിക് BJPയോട് മൃദു സമീപനമെടുത്ത് പ്രതിപക്ഷ സഖ്യത്തിനൊപ്പം ചേരാതെ നിന്ന് ഒടുവിൽ ഒഡീഷ BJP കൊണ്ടുപോയത് കണ്ടുനിന്ന പോലെ ഒരു അവസ്ഥ നിതീഷ് കുമാറിനുണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. 243 സീറ്റുകളാണ് ബീഹാർ നിയമസഭയിലുള്ളത്. ഇതിൽ ലാലു പ്രസാദ് യാദവിൻ്റെയും മകൻ തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിലുള്ള RJD 2020 തെരഞ്ഞെടുപ്പിൽ 75 സീറ്റും BJP 74 സീറ്റും നിതീഷ് കുമാറിൻ്റെ JDU 43 സീറ്റുമാണ് നേടിയത്. ഉപതെരഞ്ഞെടുപ്പിലും മറ്റുമായി സീറ്റിൽ വ്യത്യാസവും ഇടക്കാലത്ത് ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഭരണ തുടർച്ചയ്ക്ക് നിതീഷും BJPയും പ്രചരണഘട്ടത്തിലേക്ക് ഇറങ്ങിയാലും മുഖ്യമന്ത്രി പദത്തിൽ തുടക്കത്തിലെ തന്നെ കല്ലുകടിയുണ്ട്. സീറ്റ് കൂടുതൽ നേടിയിട്ട് ഇനിയും നിതീഷിന് കസേര വിട്ടുകൊടുക്കരുത് എന്ന് BJP നേതാക്കൾ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. മഹാരാഷ്ട്രയിൽ ശിവസേന പിളർത്തി എത്തി മുഖ്യമന്ത്രിയായി NDAയ്ക്കൊപ്പം നിന്ന ഏക്നാഥ് ഷിൻഡെയെ അവസാനത്തെ തെരഞ്ഞെടുപ്പിൽ ഒപ്പം നിർത്തി അവസാനം കൂടുതൽ സീറ്റ് കിട്ടിയതോടെ BJPയുടെ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായതുപോലൊന്ന് ബീഹാറിലും BJP ലക്ഷ്യം വയ്ക്കുകയാണ്. ഈ സാഹചര്യം മുന്നിൽ കണ്ടുള്ള നീക്കം നിതീഷ് കുമാർ തുടങ്ങിയതായി ബീഹാർ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.